അപ്പോഴേ ഇത് സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് എടുക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്. പിന്നെ ഈ 2 ദിവസമല്ലേ എനിക്ക് പറ്റുള്ളൂ, അതുകൊണ്ട് അപ്പം ഇതുണ്ടോ കുറേ കുപ്പി കിടക്കുന്നു. കുറേ കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ അടുത്തുള്ള വെച്ചുണ്ട്. ഇവിടെ താമസിക്കാൻ ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. വാട്ടർ ബോട്ടിലുണ്ട്, പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ട്. അനുരാഗവിലോചിതനായി അതിലേറെ മോഹിതനായി മാറിപ്പോയെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ചേട്ടൻ ലിറിക്സ്? അത് മുട്ടത്തോടല്ലേ? ഏത് ഇവിടെ ഒന്ന് മുട്ടയെ കഴിച്ചു തോന്നുന്നു കേട്ടോ ഗൈസ്. അത് മുട്ടത്തോട് എന്തോ അറിയത്തില്ല. അത് റോഡല്ലേ? ഏത് റോഡല്ല? അടങ്ങുന്ന വീടൊക്കെ ഇപ്പൊ 2-3 ചേച്ചിമാർ ഇറങ്ങി പോകാണ്ടില്ലായിരുന്നു. ഇപ്പഴാ പടരസം. വെള്ളിക്കെല്ലാം വിതറി പറയാമോ നീ അങ്ങോട്ട് ഇതാ കായലുണ്ട് അങ്ങോട്ട് അപ്പുറം. കായലോ? ആ കായലോ? കായൽ കായലല്ല, ഇത് ചുരുളി. ആ ഇങ്ങനെ അത് വലിയ മറ്റേത് നമ്മുടെ കൊന്നയ്ക്ക ഇവിടുത്തെ ആ പുഴകളിൽ നാട്ട് വരുന്നേ, അതെനിക്കറിയാം. പിന്നെ അവിടെ കുറെ പേര് മരിച്ചിട്ടുണ്ടല്ലോ. മരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പണ്ട് വെള്ളം പറ്റുമ്പോൾ എൻ്റെ അമ്മയൊക്കെ നീണ്ടിട്ടുണ്ട്. മുങ്ങിപ്പോയോ? ആ നീന്തും. ഇപ്പം പറ്റില്ല. ഇപ്പം നമ്മളെ പറക്കിക്കൊണ്ട് പോകും ഈ വെള്ളത്തിൽ. 3 കല്ലിൻ്റെ നടുക്കാണ് ആ കല്ല്. അല്ല അത്ര ഇടാം. പിന്നെ മറ്റേ നമ്മുടെ അവർ ഇതിലെയല്ലേ പോയേ? നടന്നു പോയി ഇതിലേ പോയി നടന്ന്. അത് ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയൊക്കെ വന്നു. നമ്മുടെ ചെമ്പേരിക്കാരില്ലേ? എടാ ഇങ്ങനെയല്ലടാ. അല്ല ചെമ്പേരിക്കാർ, നമ്മുടെ ചെമ്പേരിപ്പുഴയില്ലേ? ഈ കല്ല് മറിയും തോന്നുന്നല്ലേ. ഇങ്ങോട്ട് വാ ആൻറ്റി. ഈ ചെമ്പേരിപ്പുഴ, നമ്മുടെ ഈ ചെമ്പേരിപ്പുഴ അവിടെ അപ്പുറേ, അവിടെ വലിയൊരു പുഴയില്ല, നമ്മൾ പോകുന്ന വഴിക്കൊരു പുഴയില്ല, കൈലോണ്ടേരി പുഴ. അത് തന്നെയല്ലേ കൊച്ചി ഈ പുഴ. ഈ പുഴയിൽ വരുന്ന വെള്ളമാണല്ലോ അത്. അപ്പം അവിടെ ഈ ഇതില്ലേ ഗൈസ്, എന്തോ വലിയ സ്റ്റോറി പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പേടിക്കല്ലേ. പറഞ്ഞോളൂ. അവിടെ മറ്റേ ഇതില്ലേ, നമ്മുടെ ഈ മറ്റേ മുങ്ങിപ്പോയ സ്ഥലമില്ലേ, ഇങ്ങനെ വലിയ ഗുഹ പോലെ. അതന്നെ പറഞ്ഞേ. അത് ഇവിടെ ഉണ്ട്, അപ്പുറയുണ്ട്. അവിടെ കുറച്ച് NCC പിള്ളേര് ഞാൻ അവിടെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കും കുറേ പേര് മരിച്ചിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. ക്യാമ്പിന് വന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ വീണിട്ട് ഞങ്ങൾ കഴിഞ്ഞ സാറ് പോയായിരുന്നു. പക്ഷേ വെള്ളമൊക്കെ ഒരുപാട് അങ്ങോട്ട് പോയി, ഇത്രയും വരെ വന്നിട്ടുള്ളൂ. ഭയങ്കര വെള്ളം. നീന്താൻ പിന്നെ രക്ഷപ്പെടാം കേട്ടോ, എന്നപ്പോൾ വെള്ളമൊക്കെ ചത്താൽ മതി. ഞാനൊന്നും കാണാനില്ലോട്. മീനൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു മീനുകളാ. ഇപ്പോൾ പുഴമീനൊക്കെ കൂട്ടിയിട്ട് വർഷങ്ങളോളമായി. പണ്ടൊക്കെ നമ്മൾ തോട്ട ഇടുമായിരുന്നു. തോട്ടയല്ലേ പറയാ, വെടി വെക്കുമായിരുന്നു വെള്ളത്തിനടിയിൽ അല്ലേ, വെള്ളം പറ്റാത്ത വല ഇടും. അയ്യോ വല ഇടുമായിരുന്നു. അതൊക്കെ ഒന്നും ഇപ്പോൾ ആരുമില്ല. അതിനൊന്നും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എൻ്റെ പപ്പ കൊണ്ട് ഒരുപാട് ഇത് ഉരുളി നിറച്ചുണ്ടായിരുന്നു. തീർച്ചയായും വന്നപ്പോൾ ഉള്ളപ്പോഴായിരുന്നു ഭയങ്കര മീൻപിടുത്തം. ഇവരെല്ലാവരും മീൻപിടുത്തക്കാരല്ല, കുടുംബത്തോടെ മീൻപിടുത്തം. കുടുംബത്തോടെ മീൻപിടുത്തമാണ്. ഇനി നമ്മൾ വിരകി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ചെടികളുണ്ടോ? സൂര്യപ്രകാശം കൊണ്ട് മഞ്ഞച്ചെടിയൊന്നും കാണുന്നില്ല. നമ്മുടെ സൂര്യൻ അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. ഈ സമയത്ത് വന്ന് കുളിക്കണം, അടിപൊളിയാണ്, നല്ല രസമാണ്. ഈ ചെടിയൊക്കെ പഴം നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ വെട്ടി വരുമായിരുന്നു, റൗണ്ടായിട്ട് വെട്ട് വരുന്നതാണ്.
പണ്ടൊക്കെ എത്ര പിള്ളേർ കുളിക്കാനും പോയിട്ട് കളിക്കാൻ പോകും. എന്നിട്ട് 7 മണിയൊക്കെ ആകുമ്പോൾ കളിക്കാൻ പോയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വന്നിട്ട് വെള്ളത്തിൽ ചാട്ടമാണ്. പിന്നെ എന്നെ എന്താ അടിച്ചിട്ടുണ്ടെന്നറിയാവോ? പിന്നെ വീട്ടിൽ കയറി വരില്ലെന്നും പറഞ്ഞു. പിന്നെ 3 നാളിൽ അവിടെ കയറത്തില്ല. കണ്ണൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്ന കാണണം. നമുക്ക് പുഴയെന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇതല്ലേ? പുഴയും പിന്നെ പുഴയും നേച്ചർ എന്ന് പറഞ്ഞാൽ മതി. പുഴയും പറമ്പും ഈ പച്ചപ്പും ഒക്കെ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം. അപ്പോഴേ ഞങ്ങൾ മുന്നോട്ട് നടക്കട്ടെ കേട്ടോ. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് പശു ഉണ്ടോ ഇവിടെ ആർക്കും? അതാ പുല്ല്. അപ്പം ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് നടക്കുവാണ്. എന്താണെന്നറിയോ, ഓൾമോസ്റ്റ് ഒത്തിരി സമയമായി. ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം. ഇവർക്ക് വേറെ എന്തോ ഒരു മാമോദീസ ഉണ്ട്, അതിന് പോകണം. എനിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഭയങ്കര തിരക്കാണ്. എനിക്ക് രാവിലെ ഏർലി മോർണിംഗ് അങ്ങോട്ട് തിരിച്ച് പോകാനുള്ളതാണ്. പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കൂല. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എവിടെ കിടക്കുന്നത്? ചേച്ചിയുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല. നേരെ എങ്ങനെ പോകും? അയ്യോ മടുത്തു. ഇനി ഇങ്ങനെ എടുക്കും വീഡിയോ കുറച്ച്.